ഓക്കെ ബൈ ബൈ. നീളുന്ന സ്വപ്നവും തീരുന്നു ലോകമിതേ. ഈ മായാതെ നീങ്ങുന്ന ഭൂമിയും എൻ മാറുന്ന ചിന്തകളും ഈ മാറാതെ പാറുന്ന പക്ഷിയോ നിലവേകി പറന്നിടവേ. ഈ കാലത്തിൻ വേഗത്തിൽ ഞാനുമായി നിൻ ലോകം നീയുമായി. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പോകാം കേട്ടോ. പ്രധാനമായിട്ട് എൻ്റെ ഡ്രസ്സും സാധനങ്ങളും അത് നമ്മളെ ഈ ട്രോളിയിലൊക്കെ ആൾക്കാർ കൊണ്ടുവരാറില്ലേ. ഈ ട്രോളിയിൽ വെക്കുന്ന സാധനങ്ങൾ തിരിച്ച് ഞാൻ എൻ്റെ ബാക്ക് പാക്കിൽ വെക്കുന്നത് മാത്രം കേട്ടോ. അപ്പോൾ നമ്മൾ ഇഷ്ടത്തിന് നടന്നൊക്കെ പോകാമല്ലോ. എവിടെയെങ്കിലും ടെൻ്റ് അടിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ ക്യാമ്പിങ്ങിന് സപ്പോർട്ടല്ല കേട്ടോ. ഒരു പക്ഷേ ഗ്രാമത്തിലെ അവരൊരു താമസം നഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കാം. സാരമില്ല, നമുക്ക് ഓരോ രാജ്യത്തിൽ അതിൻ്റെ റൂൾസ് ഉണ്ടാവുമല്ലോ. പിന്നെ കാട്ടിലൊക്കെ പോയി ടെൻ്റ് അടിക്കണം. ഗവൺമെൻറ്റിൻ്റെ റൂളിനത് എതിരാണ് കേട്ടോ. ഇവിടുത്തെ നമ്മളെ രാജ്യമല്ലല്ലോ. നമ്മളെ രാജ്യമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്താലും ഉത്തരം കാണിക്കാം. കാരണം ഞാൻ ഈ രാജ്യത്തിൻ്റെ പൗരനാണെന്ന് പറയാമല്ലോ. ഇത് വേറെ രാജ്യമാകുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് തെറ്റ് തന്നെയാണ്. പക്ഷെ നമുക്ക് പെർമിഷൻ ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഞാൻ കണ്ടെത്തും കേട്ടോ. തീർച്ചയായിട്ടും നമുക്ക് അവിടുന്ന് കുക്കിംഗ് ഒക്കെ ചെയ്യണം. വിസ കഴിയുന്ന മുന്നേ തിരിച്ചിറങ്ങും വേണം കേട്ടോ. അപ്പം അടുത്ത ഗ്രാമത്തിലേക്കുള്ള നടത്തം ഇവിടുന്ന് ആരംഭിക്കുകയാണ്. തുടർന്ന് കാണുക. കുറേ നേരത്തെ യാത്രക്കൊടുവിൽ എനിക്കൊരു വണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നേരെ ഡോങ് വാങ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഏകദേശം 40 കിലോമീറ്റർ ഉണ്ട്. 8 കിലോമീറ്ററുള്ള ലുങ്ദാ എന്ന് പറഞ്ഞ വില്ലേജിലേക്കാണ് ഞാൻ പോകാനിരുന്നത്. അപ്പോഴാണ് എനിക്കൊരു വണ്ടി കിട്ടിയത് കേട്ടോ. ഇവിടെ ന്യൂ ഇയറിൻ്റെ ആഘോഷം കാര്യങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. കടകളൊക്കെ അടച്ചു തുടങ്ങിയ കേട്ടോ ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ. ഹായ്, ഹലോ, വാട്ട്സ് യുവർ നെയിം? നോയ്. യുവർ നെയിം? നോയ്. നോയ്. ഓക്കെ. ഇവിടുത്തെ ആൾക്കാരുടെ പേരൊക്കെ 2 അക്ഷരമൊക്കെ ഉണ്ടാവുക കേട്ടോ. എന്തായാലും സന്തോഷം. നമുക്ക് ആ ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ ചെറിയ പട്ടണമുണ്ട്. കുറേ വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ ഉണ്ട്. നമുക്കെന്തായാലും നോക്കാം. ഇപ്പോൾ പോകുന്ന സ്ഥലം അത്രമാത്രം മനോഹരമാണ് കേട്ടോ. എനിക്ക് ഇവിടുന്ന് ഇറങ്ങി നടക്കണമെന്നുണ്ട്. പക്ഷേ 30-20 കിലോമീറ്ററോളം ഒരിക്കലും നടന്നെത്തില്ല എന്ന് ഇവർ പറയുന്നുണ്ട്. കാരണം വലിയ കുന്നും ഇറങ്ങിയിട്ട് പോകുന്നതാണ്. എന്നോട് ഒരിക്കലും ഇറങ്ങരുതെന്ന് പറയുന്നുണ്ട്. സ്ഥലം കാണിച്ചാൽ കേട്ടോ. അയ്യോ, മനോഹരമായൊരു ഭൂപ്രദേശം കണ്ടോ. ചുണ്ണാമ്പുകല്ല് പർവ്വതങ്ങളൊക്കെ നമുക്കത് കാണാൻ സാധിക്കും. ഹാപ്പി ന്യൂ ഇയർ. അതെ, എന്നെ ഇവൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു കേട്ടോ. ചെറിയ പ്രായമുള്ള ആൾ, എൻ്റെ പ്രായമുള്ള കേട്ടോ ആൾക്ക്. എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു ന്യൂ ഇയറിന്. തിരിച്ചു വരുമ്പോൾ വീട്ടിൽ വരണം എന്നാ പറഞ്ഞ കേട്ടോ. യുവർ ഹോം? ഹജാങ്. ഓ, കോൺബ. ഓക്കെ. അതായത് ഞാൻ എൻ്റെ നടത്തം ആരംഭിച്ച കോൺബയിലാണ് കേട്ടോ പുള്ളിക്കാരൻ്റെ വീട്. സ്ഥലങ്ങൾ കണ്ടോ. ഒരിക്കലും ഇറങ്ങരുത്, നിന്നെ വെൽക്കം ചെയ്തതാണെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. എന്താ ചെയ്യേണ്ടത്? സാറിൽ നമുക്ക് എന്തായാലും നമ്മളെ സ്ഥലം വരെ പോവാ കേട്ടോ. ഡോങ് വാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് പോകേണ്ടത്. അത് കഴിഞ്ഞ് നമുക്ക് നല്ല നല്ല ട്രെക്കിംഗ് ഒക്കെ ചെയ്യാം. എന്തായാലും ഒരുപാട് സന്തോഷമായി കേട്ടോ. മനോഹരമായ ഭൂമിയിലൂടെ നല്ല യാത്ര സമ്മാനിച്ചു. താങ്ക് യു. യമ്മിൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താട്ടോ ഉള്ളത്. ഇവിടുത്തെ സ്ഥലപ്പേരുകളൊക്കെ ഭയങ്കര വെറൈറ്റിയാണ്. അപ്പം അതിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ. യമ്മിൻ എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിച്ചിട്ടുണ്ട് അവിടെ. ഇതിലൂടെ നമുക്ക് പുതിയ വർഷത്തിൻ്റെ ആഘോഷത്തിലാണ്. വളരെ കുറവായിരിക്കും. കാരണം എല്ലാവരും പുറത്തേക്ക് പോയി തുടങ്ങിയല്ലോ. പട്ടണത്തിലൊക്കെ പോയി കുടുംബത്തോടൊപ്പം ആഘോഷിക്കുന്ന ആൾക്കാരാണ് നിലവിലുള്ളത്. ഇന്നെന്തോ അറിയില്ല, ഭാഗ്യമുണ്ട്. നല്ല വെയിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ പർവ്വതത്തിലെ ഉൾഗ്രാമങ്ങളൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാവുക. എന്നെ പോലത്തെ ഒരു മനുഷ്യനാണ് പുള്ളിക്കാരൻ. പർവ്വതം ഇഷ്ടമാണ്. കല്യാണം കഴിച്ച് ഒരു കുട്ടിയുണ്ട് കേട്ടോ. യു മാരീഡ്? വൺ ചിൽ. ഓക്കെ. ഒരു കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അതായത് എന്നെ പോലെ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്നോട് ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വരുന്നത്, എന്തിനാണ് ഇങ്ങോട്ട് പോകേണ്ട കാര്യം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഈ സ്ഥലങ്ങൾ ഇഷ്ടമാണ്. അപ്പം ഈ പുള്ളിക്കാരൻ പറഞ്ഞെന്താ അറിയോ, കല്യാണം കഴിച്ചപ്പം പുള്ളിക്കാരൻ ഈ നാട്ടിൽ നിന്ന് പോകേണ്ട ആവശ്യം വന്നായിരുന്നു. പക്ഷെ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഭാര്യയോടൊപ്പം സന്തോഷത്തോടെ ഈ ഒരു നാട്ടിൽ ജീവിക്കണം കേട്ടോ. അതായത് പ്രകൃതി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് സന്തോഷമായി കേട്ടോ. കാരണം എൻ്റെ ഒരു യാത്രേൻ്റെ രീതികൾ ഇഷ്ടപ്പെടുന്നവരെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ചില ആൾക്കാർ എന്നോട് പറയുന്നു എനിക്ക് പ്രാന്താണെന്നൊക്കെ. പക്ഷെ ഈ പുള്ളിക്കാരന് ആ പ്രാന്ത് ഇഷ്ടമാണ് കേട്ടോ. ഐ എം വെരി വെരി ഹാപ്പി. ഐ എം വെരി ഹാപ്പി. യാ, ഹാപ്പി ന്യൂ ഇയർ.
ഇറ്റ്സ് ഗുഡ്. നല്ല മനുഷ്യൻ കേട്ടോ. ഡോങ്വാൻ ടൗണിലൂടെ കേട്ടോ നടക്കുന്നത്. ഇന്ന് ന്യൂ ഇയർ ആണ് കേട്ടോ. ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് സന്തോഷമാണ്. ഇവിടെ ആരുമില്ല. വളരെ തിരക്ക് കുറഞ്ഞൊരു പട്ടണം കേട്ടോ. സാധാരണ സമയത്ത് കൂടെ നല്ല തിരക്കുണ്ടാവുന്നതാണ്. അയ്യോ അയ്യോ അയ്യോ, നല്ല രസമുണ്ട് കേട്ടോ പട്ടണത്തിലൂടെ നടക്കാൻ വേണ്ടിയിട്ട്. 3 കിലോമീറ്റർ കേട്ടോ ഡോങ്വാൻ ടൗണിൽ നിന്ന് നടക്കുന്നത്. ഒരു ഹോം സ്റ്റേ തപ്പിപ്പിടിച്ചതാണ്. ഏറ്റവും ചെറിയ പൈസ കിട്ടുന്ന ഒരു താമസ സ്ഥലം ഈ ഭാഗത്ത് എവിടെയാണ് കേട്ടോ. അയ്യോ, ഒരു ഒച്ചപ്പാടും ഇല്ലാത്ത ഗ്രാമപ്രദേശം. ഏതോ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഉൾഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുവാണ്. നോക്കാം. കുറച്ച് നേരത്തെ നടത്തത്തിന് ശേഷം ഹോം സ്റ്റേൻ്റെ ബോർഡ് കണ്ടിട്ടുണ്ട്. ഇതിലേതാണ് ദൈവമേ? ഇതാണ് കേട്ടോ ഡോങ്വാൻ എച്ച് മങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹോം സ്റ്റേ കാണുന്നുണ്ട്. മങ് എന്നൊക്കെ പറഞ്ഞ ഇവിടുത്തെ കാസ്റ്റാണ് കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ ഒരു വർഗ്ഗമുണ്ട് കേട്ടോ ഇവിടെ പർവ്വത്ത് താമസിക്കുന്നത്. അയ്യോ, ഇതുണ്ടോ വണ്ടി വരുന്നതൊക്കെ. ഹായ്, ഇതാണ് കേട്ടോ റൂട്ട് വരുന്നത്. ഗ്രാമത്തിൽ ഒരു ഹോം സ്റ്റേ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ത്യൻ പൈസ 900 രൂപ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് കിട്ടും, ഡിന്നർ കിട്ടില്ല. വന്നിട്ട് ഞാനൊരു ഓംലേറ്റ് കഴിക്കുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കില്ല കേട്ടോ ഓംലേറ്റ്. ഈ ഒരു ഭാഗത്തൊക്കെ വന്നാൽ മുട്ട വെറുതെ ചട്ടിയിലിടും, എന്നിട്ട് മേലെ എന്തെങ്കിലും വിതറും കേട്ടോ. അത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞാലായിരിക്കും സ്പൈസി ഒക്കെ കിട്ടുക. പക്ഷെ ഓക്കെ, ഇന്ന് കഴിക്കുന്ന മെയിൻ ഫുഡിൽ ഒന്നാണ് കേട്ടോ ഓംലേറ്റ് എന്ന് പറയുന്നത്. ഇത് കഴിച്ചിട്ട് ഞാൻ ഈ പുറത്തെ ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് ഇന്ന് താമസിക്കുന്ന റൂം. അയ്യോ, കുറേ ബെഡ് ഉണ്ട് കേട്ടോ. അതായത് ഒരു 10 ടൂറിസ്റ്റുകൾ ഒരുമിച്ച് വന്നാൽ കൊടുക്കുന്ന റൂമാട്ടോ എനിക്കും തന്നത്. ഇന്ന് ഇവരുടെ ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ ഗസ്റ്റിനെ എടുത്തിട്ടില്ല. 1-2 ഗസ്റ്റ് അപ്പുറത്തെ ഭാഗത്താണ് ഉള്ളത് കേട്ടോ. അഥവാ ആരെങ്കിലും വന്നാൽ ഈ റൂം ഷെയർ ചെയ്യുമെന്ന് മാത്രം. എന്തായാലും സാറില്ല, ഇത് കിട്ടിയെന്ന് വലിയ കാര്യം കേട്ടോ. തൊട്ടടുത്തുള്ള ഗ്രാമം, അതായത് അത് കണ്ടോ അങ്ങ് ദൂരെ കാണുന്നതാണ് ഇവിടുത്തെ ഡോങ്വാൻ ടൗൺ എന്ന് പറയുന്നത്. അവിടെ താമസിക്കാൻ 3000-4000 രൂപയൊക്കെ വേണം നമുക്ക് പ്രൈസ് എന്ന് പറയുന്നത്. അതേ സമയത്ത് ഇവിടെ താമസിക്കുമ്പോൾ 900 രൂപ അതിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾക്ക് കിട്ടും കേട്ടോ. ഡിന്നർ കാര്യങ്ങളൊക്കെ കഴിക്കണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കണം. എന്തായാലും സാറില്ല, ഇത് കിട്ടിയല്ലോ, അങ്ങനെ ചിന്തിക്കുക കേട്ടോ. എന്തായാലും സാരമില്ല. താഴെയൊക്കെ കണ്ടോ ടെൻ്റ് അടിക്കാനൊക്കെ സ്പോട്ട് ഉണ്ട്. പക്ഷെ അനുവദിക്കുന്നില്ല കേട്ടോ, ഗ്രാമവാസികൾ ടെൻ്റ് അടിക്കാൻ വിടുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് മാത്രം എനിക്ക് അറിയില്ല. എന്തായാലും നമുക്ക് ഇന്നിവിടെ താമസിക്കാം കേട്ടോ. അയ്യോ, എൻ്റെ കാലൊക്കെ ഒരു പരുവായി. നോക്കി കാലിൻ്റെ അവസ്ഥ ഉണ്ടോ? നടക്കുമ്പോൾ കാലിങ്ങനെ ആയി പോകും കേട്ടോ. ഇതൊക്കെ സഹിക്കണം. ഞാൻ താമസിക്കുന്ന വീടാണ്. ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ടാണോ ഫ്രൂട്ട്സൊക്കെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട്. കുറേ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. മിഠായിയും ഇതൊക്കെ വെക്കും. ഇവിടെ ഒരാൾ നല്ല ഗെയിം കളിക്കുക കേട്ടോ ഓൺലൈനിൽ. ഇതൊക്കെ സഞ്ചാരികൾക്ക് വന്ന് നിൽക്കാനുള്ള റൂമാട്ടോ. ഈ കാണുന്ന മുഴുവനും ഒരു പഴയ രീതിയിൽ നമുക്ക് താമസിക്കാം. ആൾ മാരകമായൊരു ഗെയിം കളിക്കുക. വീട്ടിലത്തെ പയ്യനാണ്. ഇതൊക്കെയാണ് വീടിൻ്റെ ഉൾഭാഗം കേട്ടോ. പുറം കാണിച്ചു തരാം. ഇവിടുത്തെ ആൾക്കാരങ്ങനെ ഡയറക്റ്റ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അതുകൊണ്ടാണ് ആൾക്കാരെ കുറച്ച് കാണിക്കുന്നത്. മനോഹരമായൊരു സ്ഥലം നോക്കി, എന്താ ഭംഗിയല്ലേ. ഞാൻ താമസിക്കുന്ന റൂം ഇവിടെ കേട്ടോ വരുന്നത്. ഇതൊക്കെ വീടിൻ്റെ ഉൾഭാഗവും പുറഭാഗമൊക്കെയാണ് കാണുന്നത്. ഇതുണ്ടോ ഡോങ് ഹോം സ്റ്റേ എന്നുണ്ടോ, ഡോങ് വാങ് മൊങ് ഹോം സ്റ്റേ എന്നൂടെ എഴുതിയിട്ടുണ്ട്. വിയറ്റ്നാമിൻ്റെ നമ്പറൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവരെ ഗ്രാമത്തിലേക്ക് ഈ റൂമിലൊക്കെ വരാനുള്ള ഒരു വാഹനം. ആകെ ഈ ബൈക്കാണ് കേട്ടോ. ടൂറിസ്റ്റ് റെൻ്റ് എടുത്തിട്ടാണ് ഈ ബൈക്ക് വരിക. നിങ്ങൾക്ക് വേണമെങ്കിൽ പൈസയൊക്കെ കൊടുത്തിട്ട് ആ ബൈക്ക് ഓടിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നടന്ന് യാത്ര ചെയ്താൽ ഈ ഭൂമിയുടെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യാൻ നോക്കുക കേട്ടോ.
These are the flowers. Okay. Which one? This vegetable, when it grows too much, becomes those yellow flowers. Okay. This is available in my hometown. Really? Yeah, this so much. This one. This one? Yeah. ഇന്ന് പുതിയൊരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. മാപ്പിലാങ് എന്ന് പറഞ്ഞൊരു പാസ് ഉണ്ട്. അതായത് ഒരു ഭാഗത്ത് ചൈനൻ്റെ മലകളൊക്കെ കാണാൻ സാധിക്കും, ഒരു ഭാഗത്ത് വിയറ്റ്നാമിൻ്റെ പർവ്വതങ്ങളൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. ആ ഒരു ഭാഗത്തേക്ക് നടന്നു പോവുകയാണ്. ഏകദേശം 10 കിലോമീറ്ററോളം എനിക്ക് നടക്കണം. വലിയ കുന്നാണ് കേട്ടോ. എത്ര മണിക്ക് എത്തുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇന്ന് ടെൻ്റ് അടിക്കാനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അത് അവിടുത്തെ ഗ്രാമവാസികൾ, ഗ്രാമം എന്ന് പറഞ്ഞാൽ അവിടെ 2-3 കടകളുണ്ടെന്നാണ് പറയുന്നത്. കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് ഓരോ കാഴ്ചകളും മുന്നോട്ട് പോകുന്ന യാത്രയിൽ കാണിച്ചു തരാം. യാമങ്ങൾ മായുന്ന വേളയിൽ കാലത്തിൻ സങ്കല്പമായി തീരാതെ നീളുന്ന സ്വപ്നവും തീരുന്നു ലോകമിതേ. യാമങ്ങൾ മായുന്ന വേളയിൽ കാലത്തിൻ സങ്കല്പമായി തീരാതെ നീളുന്ന സ്വപ്നവും തീരുന്നു ലോകമിതേ. ഈ മായാതെ നീങ്ങുന്ന ഭൂമിയും എൻ മാറുന്ന ചിന്തകളും ഈ മാറാതെ പാടുന്ന പക്ഷിയോ നിലവേകി പറന്നിടവേ. ഈ കാലത്തിൻ വേഗത്തിൽ ഞാനുമായി നിൻ ലോകം നീയുമായി വിനയാകുന്ന മാനവ രീതിയിൽ എൻ മോഹം പോയി മറയേ. Hi. Yes, try this. What is this? This is kaki. This sugar? Low sugar. No, it's fruit. Low sugar. Just fruit. Imili. Huh? Tastes like imili? Tự nhiên sấy khô. Low sugar. Okay. No sugar. Not eat this one and not eat this one. Only center. Only the orange part. Middle. Okay. It's just dried. It was a fruit dried. Okay. Bye bye. See you Enjoy. later. Yeah. വൈകുന്ന ഒരാൾ തന്നെ കേട്ടോ. ഞങ്ങൾ താമസിച്ച ഹോം സ്റ്റേയിലെ ഒരു ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ അതിൻ്റെ ഓണറും ഉണ്ടായിരുന്നു കേട്ടോ. വൈകുന്ന കണ്ടിച്ച 2 ആളാണ്. അവർ തന്നെയാണ്. എന്തോ ഒരു ഫ്രൂട്ട്സാണ് കേട്ടോ. എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തോ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്, ജെല്ലിൻ്റെ ഒക്കെ ടേസ്റ്റ് പോലെ കേട്ടോ. എനിവേ ഇന്നത്തെ യാത്രയിൽ കിട്ടിയ സന്തോഷമല്ലേ, നമുക്കത് സ്വീകരിക്കാം. എന്ത് പറയുന്നു? അപ്പോൾ മെല്ലെ മുന്നോട്ട് പോകാം. താഴെയാണ് ഹൈവേ വരുന്നത്. ഹൈവേയിൽ നിന്ന് മാറിയിട്ട് ഒരു വ്യത്യസ്തമായ റൂട്ടിലാണ് കേട്ടോ പോകുന്നത്. എൻ്റെ യാത്രകൾ കൂടുതൽ ഞാൻ തിരഞ്ഞെടുക്കൽ ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് വഴിയും തെറ്റിപ്പോകുന്നത്. റോഡിലൂടെ ആകുമ്പോൾ കുറേ കുന്നുണ്ടാകും, ഇതിലൂടെ ആകുമ്പോൾ കുന്നുണ്ടാവും, പക്ഷേ സന്തോഷം ഉണ്ടാകും കേട്ടോ. കുറച്ച് വ്യത്യസ്തമായ കാഴ്ചകളുണ്ടാകും. എനിക്ക് തോന്നുന്നു ഇന്ന് ഞാൻ മാത്രമേ ഉണ്ടാവൂ. അതിൻ്റെ കാരണം ഇന്ന് രാത്രി ന്യൂ ഇയർ ആണ് കേട്ടോ. ഇന്നത്തെ ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇവിടുത്തെ ഡേറ്റ് എത്ര ഞാൻ കറക്റ്റ് പറഞ്ഞു നിങ്ങൾക്ക്. ഇന്ന് 16 ഫെബ്രുവരി കേട്ടോ. 16 ഫെബ്രുവരി രാത്രിക്ക്, അതായത് 17 ആകുമ്പോൾ ഇവിടെ ന്യൂ ഇയർ ആണ് കേട്ടോ. പുതിയ വർഷമാണ്. ചൈനയിലായാലും പോലും പുതിയ വർഷമാണ് കേട്ടോ. 4 രാജ്യങ്ങളിലൊക്കെ ആയിട്ടാണ് 2026 വരാൻ പോകുന്നുള്ളൂ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ കുറച്ച് വൈകും കേട്ടോ. മുന്നോട്ട് നടക്കും തോറും കാണുന്ന കാഴ്ചകൾക്ക് ഭംഗി കൂടി വരികയാണ് കേട്ടോ. ഹൃദയം സന്തോഷിക്കുന്ന മനോഹരമായൊരു കാഴ്ച. എൻ്റെ അമ്മ, ഞാൻ നിൽക്കുന്ന സ്ഥലം അത്രയും അപകടമാണ്, പക്ഷേ അത്രമാത്രം ഭംഗിയുള്ള സ്ഥലമാണ്. ഞാൻ ആ റോഡിലൂടെയാണ് നടക്കുന്നതെങ്കിൽ എത്ര കിലോമീറ്ററോളം ഞാൻ നടക്കേണ്ടി വന്നതാണ് നിങ്ങൾ നോക്കിയേ. കണ്ടോ, കാണിച്ചു തരാം. അങ്ങ് ദൂരെ കാണുന്നതൊക്കെയാണ് കേട്ടോ മെയിൻ റോഡെന്ന് പറയുന്നത്. ഇത് ബൈക്കും കാറുകളൊക്കെ പോകുന്ന ഒരു റൂട്ടാണ് കേട്ടോ. ബൈക്കിൽ പോകുന്ന സഞ്ചാരികൾക്ക് സുന്ദരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന റൂട്ട് കൂടിയാണ്. പക്ഷെ നടന്നു പോകുമ്പോൾ എനിക്ക് തോന്നി ഇതാണ് കൂടുതൽ നല്ലത് കേട്ടോ. അതായത് ചുരം കുറച്ച് കുറഞ്ഞ് നേരെയായ ഉണ്ടാകും. റിസ്ക് ഉണ്ടെങ്കിലും സന്തോഷം നൽകുന്ന ഒരു റൂട്ടിലൂടെയാണ് ഞാനിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഹായ്, ഹലോ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ ബൈ. ഓക്കെ, ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഭാഷയൊന്നും അറിയാത്ത വിയറ്റ്നാമിലെ നോർത്ത് ഭാഗത്താട്ടോ ഞാനുള്ളത്. വലിയ ചുണ്ണാമ്പുകല്ല് പർവ്വതങ്ങളൊക്കെ ഉള്ള ഒരു നാടാണ്. ഒരു ഇൻ്റർനെറ്റ് കണക്ഷനോ സിമ്മിനോ റേഞ്ചോ ഒന്നുമില്ല. ഞാൻ ഈ ഗ്രാമപ്രദേശങ്ങളിലൂടെ നടക്കണം കേട്ടോ. മാപ്പിലാങ് ലൂപ്പിലേക്ക് പോകുന്ന മെയിൻ റോഡിൽ നിന്നും ഉൾഗ്രാമത്തിലൂടെയാണ് ഞാൻ ഈ ഒരു യാത്ര ആരംഭിക്കുന്നത്. ഒന്നും അറിയത്തില്ല കേട്ടോ എവിടെ എത്തുമെന്ന്. നമുക്ക് നോക്കാം. ഈ മായാതെ നീങ്ങുന്ന ഭൂമിയും എൻ മാറുന്ന ചിന്തകളും ഈ
മാറാതെ പാടുന്ന പക്ഷിയോ നിലവേകി പറന്നിടവേ ഈ കാലത്തിൻ വേഗത്തിൽ ഞാനുമായി നിൻ ലോകം നീയുമായി ഇനിയാകുന്ന മാനവ രീതിയിൽ എൻ മോഹം പോയി മറയേ നീയായി നീ എന്നെന്നും നീ മാത്രമായി ഞാനോ ഈ ലോകത്തിൻ കാൽപ്പാടുമായി നീയായി നീ എന്നെന്നും നീ മാത്രമായി ഹലോ, ഹൗ ആർ യു? ഹാപ്പി ന്യൂ ഇയർ. അതായത് ഇവർക്ക് ഇവരുടെ ഭാഷ അല്ലാതെ വേറെ ഒരു ഭാഷ അറിയില്ല കേട്ടോ. ഏകദേശം ചൈനയൊക്കെ ആയിട്ട് മുട്ടുന്നൊരു ലാംഗ്വേജ് ആണ് കേട്ടോ വിയറ്റ്നാമിലെ. ഉൾഗ്രാമത്തിലെ വേറെയും ഭാഷയാണ്. വിയറ്റ്നാമീസ് ലാംഗ്വേജ് നോ നോ. ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഓക്കെ, ബൈ ബൈ. ബൈ. മുന്നോട്ട് പോകുന്തോറും ഗ്രാമത്തിൻ്റെ ഭംഗി കൂടി വരുന്നു കേട്ടോ. ഇവിടെ നിന്നൊന്നും എനിക്ക് പോകാനേ തോന്നുന്നില്ല. നോക്കിയേ, നെൽപ്പാടങ്ങളും വലിയ പർവ്വതങ്ങളൊക്കെ ആയിട്ട് എത്ര സുന്ദരമായൊരു നാടല്ലേ. പൂക്കൾ കണ്ടോ. ഹായ്, ഹലോ, ഹൗ ആർ യു? ഹൗ ആർ യു? ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, വീട്ടിലെ ആൾക്കാരാട്ടോ. ഇവർക്ക് അത്രമാത്രം ഭാഷകളൊന്നും അറിയില്ല. Chitran. My name is Chitran. Today I am going to Mapilang. Hi. Okay. ഇവിടത്തെ ഗ്രാമത്തിലെ ആൾക്കാരാണ് കേട്ടോ. ഹാപ്പി ന്യൂ ഇയർ. Today is Happy New Year in Vietnam. Okay, enjoy. Okay, bye bye. കുഞ്ഞു മക്കളാട്ടോ എന്നെ കണ്ടിട്ട് ഓടിപ്പോയി. കാരണം ഇവിടെ ആരും ഇങ്ങനെ ഹൈക്ക് ചെയ്ത് വരുന്ന ആൾക്കാരില്ല കേട്ടോ. കാരണം ബൈക്കാണ് ഇവരുടെ പ്രധാനപ്പെട്ട വാഹനം. ബൈക്ക് ഉപയോഗിച്ച് മാത്രമുള്ള സഞ്ചാരികൾ വരുന്നത്. ഇങ്ങനെ വേഗം തൂക്കി വരുന്ന എന്നെ കണ്ടിട്ട് കുട്ടികൾ ഓടിക്കളഞ്ഞ കേട്ടോ. ബൈക്ക് പോകുന്നുണ്ടോ? പിള്ളേർ വിചാരിച്ചിട്ടുണ്ട് ഞാൻ അവരെ പിടിച്ചോണ്ട് പോകുന്ന കേട്ടോ. ഓ മാൻ, ദിസ് ലൊക്കേഷൻ ഓക്കെ. ഏകദേശം എനിക്ക് തോന്നുന്നു 3 മണിക്കൂറിന് മുകളിലായി ഇപ്പം ട്രെക്ക് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഭയങ്കര സന്തോഷം കേട്ടോ. ഇന്നത്തെ എൻ്റെ ദിവസം എന്ന് പറയുന്നത് ഇതിലൂടെയാണ് കേട്ടോ യാത്ര. 3 മണിക്കൂറെ അടുപ്പിച്ച് നടക്കുന്നത്. ഇപ്പോഴാണ് കേട്ടോ ഒന്ന് വാട്ടർ ബ്രേക്ക് എടുത്തത്. വെള്ളം കുടിക്കാൻ വേണ്ടി നിന്നതാണ് കേട്ടോ. സോറി മാൻ. ഒരു ഡിഫറൻ്റായ ഭൂമിയിലൂടെ ഒരു വ്യത്യസ്തമായ യാത്രകൾ കേട്ടോ. എനിക്കൊരുപാട് ഇഷ്ടമാണ് ഇങ്ങനെയുള്ള യാത്രകൾ. ഹലോ, ഹായ്. സുഹൃത്തുക്കളെ, അങ്ങനെ കുറേ നേരത്തെ നടത്തത്തിനൊടുവിൽ മിയാവാക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയിരിക്കണം കേട്ടോ. എത്ര മനോഹരമാണ്. ഒരുപക്ഷെ നാളെ ഇവിടെ മഴയോ
മൂടൽമഞ്ഞൊക്കെ ചാൻസ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇന്നായിരിക്കും എനിക്കൊരു വെയിൽ കിട്ടുന്നത് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഒരു സ്ഥലം കേട്ടോ. താഴ്ന്ന താഴ്വരയും ഉയർന്ന പർവ്വതങ്ങളും കേട്ടോ. അതും ഗ്രീൻ കളറിൽ ഇങ്ങനെ തിളങ്ങുവാണ്. ഇനി ഭാഗത്തോടെ എനിക്ക് നടക്കണം കേട്ടോ. ഒരുപാട് സന്തോഷമായി. ഇനി എൻ്റെ താമസ സ്ഥലം എനിക്ക് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയൊരു ഓട്ടത്തിലാണ്. യാമങ്ങൾ മായുന്ന വേളയിൽ കാലത്തിൻ സങ്കല്പമായി തീരാതെ നീളുന്ന സ്വപ്നവും തീരുന്നു ലോകമിതേ. യാമങ്ങൾ മായുന്ന വേളയിൽ കാലത്തിൻ സങ്കല്പമായി തീരാതെ നീളുന്ന സ്വപ്നവും തീരുന്നു ലോകമിതേ. ഈ മായാതെ നീങ്ങുന്ന ഭൂമിയും എൻ മാറുന്ന ചിന്തകളും ഈ മാറാതെ പാടുന്ന പക്ഷിയോ നിലവേകി പറന്നിടവേ. ഈ കാലത്തിൻ വേഗത്തിൽ ഞാനുമായി നിൻ ലോകം നീയുമായി വിധിയാകുന്ന മാനവ രീതിയിൽ എൻ മോഹം പോയി മറയേ. ഹായ് ഹായ്. ഇവിടുത്തെ ഒരു ഹോം സ്റ്റേ ആളാണ് എന്നെ കൂട്ടാൻ വന്നത് കേട്ടോ. എൻ്റെ 16 കിലോമീറ്റർ നടന്നത്. ഇവർക്കിത് പറയുമ്പോൾ അത്ഭുതമാണ്. കാരണം ഇവരുടെ ജീവിതത്തിൽ ഇവർ നടക്കുന്ന കുറവാണ്. കാരണം ബൈക്കാണ് കേട്ടോ. എൻ്റെ ദിവസം ഇവർ ഉപയോഗിക്കുക. പക്ഷേ ഡിഫറെൻറ്റ് സന്തോഷമാണ്. ഒരുപാട് സന്തോഷമായി. ഇന്ന് ന്യൂ ഇയർ ഒക്കെ അല്ലേ, രാത്രിക്ക് അതിൻ്റെ ആഘോഷമൊക്കെ ഉണ്ടാവും. പങ്കെടുക്കാൻ പറ്റുമെന്ന് നോക്കണം. ബൈക്കിൽ ഒരാളപ്പം ഞാൻ വരുന്ന കണ്ടില്ലേ, അവരുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. വീടെന്ന് പറഞ്ഞാൽ ഹോം സ്റ്റേ ആണ് കേട്ടോ. ഈ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന ഒരു ജനവിഭാഗത്തിൽ ഒന്നുകൂടിയാണ് ഗ്രാമങ്ങളിൽ ഹോം സ്റ്റേ നിർമ്മിച്ച് ഉപജീവനം നടത്തുന്ന ആൾക്കാർ കേട്ടോ. ഏകദേശം 10-30 ആൾക്കാർ വന്ന് താമസിക്കാനുള്ള റൂം ഇവിടെ ഉണ്ട് കേട്ടോ. വലിയൊരു പ്രോപ്പർട്ടിയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തായാലും സാറില്ല, ന്യൂ ഇയറിൻ്റെ ഭാഗമായതുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് റൂമിൻ്റെ പൈസ ഒന്നും പറഞ്ഞിട്ടില്ല. വലിയ റൂം കേട്ടോ, ലക്ഷറി റൂം എനിക്ക് തന്നിരിക്കുന്നത്. കാലിനൊക്കെ നല്ല വേദന ഇപ്പോഴാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് 16-ാം ഡേറ്റ്, ഫെബ്രുവരി 16 ഡേറ്റ് വരുന്നത്. ഇന്ന് രാത്രി ഇവിടെ ന്യൂ ഇയർ ആണ് കേട്ടോ. 2026 വർഷം വന്നിരിക്കുകയാണ് ഈ ഒരു രാജ്യത്തിൽ, വിയറ്റ്നാമിൽ. എന്തായാലും സന്തോഷം. ഇവിടെ താമസിച്ചു കൊണ്ട് നാളെ രാവിലെ ഒന്ന് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം, ഒന്ന് കിടന്നുറങ്ങണം കേട്ടോ. എന്തായാലും കാഴ്ചകൾ ഞാൻ കുറേ ആയിട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവരാം. ഫെബ്രുവരി 17 ഹാപ്പി ന്യൂ ഇയർ ആണ് കേട്ടോ വിയറ്റ്നാമിലെ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ വേറൊരു രാജ്യത്തിൽ വന്നിട്ട് ന്യൂ ഇയർ കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പൊട്ടിക്കുന്ന പോലെ പടക്കം ഇവിടെ പൊട്ടിക്കാറില്ല. അതായത് വലിയ പൊട്ടുന്ന പടക്കമൊക്കെ ഇല്ല. അതൊന്നും ഇവിടെ അത്രമാത്രം ഉൾഗ്രാമത്തിൽ പുറത്തൊന്നും ഇവിടെ അലോഡല്ലാന്ന് തോന്നുന്നു കേട്ടോ. സാധാരണ ഇങ്ങനെ മുകളിലോട്ട് പോകുന്ന പടക്കങ്ങളാണ് ഇവർ പൊട്ടിക്കുന്നത്. കാരണം ചെറിയൊരു ആഘോഷം കേട്ടോ. ഗ്രാമത്തിലൊക്കെ, പട്ടണത്തിൽ ഇതിനെക്കാട്ടി കൂടുതലുണ്ടാകും. എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ എനിക്ക് ഈ ഒരു കാഴ്ച ഉൾപ്പെടുത്താൻ പറ്റുന്ന വലിയ കാര്യം കേട്ടോ. വലിയ ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാതെ ആൾക്കാർ ഇങ്ങനെ ന്യൂ ഇയർ ആഘോഷിക്കുകയാണ് കേട്ടോ. പുതിയ വർഷം ആഘോഷിക്കുകയാണ്. അയ്യോ കണ്ടോ, അവിടെ ഇവിടെയൊക്കെ പടക്കം പൊട്ടുന്നുണ്ട് കേട്ടോ. എന്തായാലും ഹാപ്പി ന്യൂ ഇയർ വിയറ്റ്നാം എന്ന് നമുക്ക് പറയാം കേട്ടോ. എല്ലാവരും സന്തോഷിക്കട്ടെ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഇത് കണ്ടോ, നമുക്കിങ്ങനെ ഒരു കൂപ്പൺ തരും. ആ കൂപ്പൺ വലിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് 20,000 രൂപ കേട്ടോ. അതായത് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു പൈസ എനിക്ക് കിട്ടിയിട്ടുണ്ട് കൂപ്പൺ വലിച്ചപ്പോൾ. താങ്ക് യു. വാട്ട് ഈസ് ദിസ്? ട്രഡീഷണൽ കസ്റ്റം ഫുഡ്. അതായത് ഇങ്ങനെ ആഘോഷമുള്ള സമയത്ത് പുതിയ വർഷത്തിൽ ഇവർ കഷ്ടമായി ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണ് കേട്ടോ. താങ്ക് യു. എന്തായാലും പുതിയ വർഷം ഇവരുടെ കൂടെ ആയാലും അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ന്യൂ ഇയർ ഗിഫ്റ്റ്, ഇതൊക്കെ ഇവർ കഴിക്കുന്ന ഭക്ഷണമാണ് കേട്ടോ ന്യൂ ഇയറിന്. ഗുഡ് ഡേ. ഹേയ്, വില്ലേജിലൂടെയാ പോകുന്നേ. ഇവിടുത്തെ ഫുഡ് വളരെ വെറൈറ്റിയാണ്, എല്ലാവർക്കും പിടിക്കില്ല കേട്ടോ. ഞാനെന്താ വിചാരിച്ചാൽ എനിക്ക് വേണ്ട ഭക്ഷണം ഞാൻ ആക്കിക്കോട്ടെ ചോദിച്ചപ്പോൾ അവരെ സമ്മതിച്ചു. അങ്ങനെ ഞാനെൻ്റെ സ്ഥിരം പരിപാടി തക്കാളി മുറിക്കുവാണ്. നമുക്കറിയാതെ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ, പഴയ ക്യാമ്പിംഗ് ഒക്കെ കാണുന്നവർക്ക് മനസ്സിലാവും.
തക്കാളി ഉള്ളിലേക്ക് കറിയാക്കുന്ന പരിപാടിയാണ് കേട്ടോ. ലാസ്റ്റ് മുട്ട പൊട്ടിച്ച് വയ്ക്കും. അതാണ് എൻ്റെ ഹോബി. കാരണം കഴിക്കുന്നില്ല കേട്ടോ. 15 ദിവസം ഇവിടെ വന്നിട്ട് ഞാൻ എരിവില്ലാത്തൊരു ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ ഇവർക്ക് എരിവ് എന്താ അറിയില്ല കേട്ടോ. ഇവർ കഴിക്ക് പോലും ഇല്ല എരിവ്. ഇവിടുത്തെ നല്ലതാണ്. ഇവിടുത്തെ ആൾക്കാരെ കാണുന്നത് ഭയങ്കര വെളുത്തിരിക്കുന്നത്. അതിൻ്റെയൊക്കെ റീസൺ ഒരു പക്ഷേ ഈ എരിവൊക്കെ ഒഴിവാക്കണമുണ്ടായിരിക്കും കേട്ടോ. സ്പൈസി പറഞ്ഞ സാധനം രണ്ട് പുഴുങ്ങി കഴിക്കലാണ് ഇവരുടെ പരിപാടി കേട്ടോ. ഇത് ഞാൻ തക്കാളി കറി ആക്കട്ടെ. മസാലയൊന്നും ഇല്ല, എന്നാലും നമുക്ക് ഉള്ളതുകൊണ്ട് ആക്കാം. ഈ രാജ്യത്തിൽ വന്നിട്ട് ഇന്നാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഞാൻ കഴിക്കുന്നത്. നിങ്ങൾക്കറിയാം കുറേ നാളായിട്ട് ഈ ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിൽ. ഇതുണ്ടോ, ഞാൻ എന്നും ചോറിൻ്റെ ഇവിടുത്തെ അരിയൊക്കെ കുറച്ച് വ്യത്യാസം, ഇവർ ആക്കുന്ന രീതിയൊക്കെ ചോറ് ഇതുവരെ വെച്ച് തന്നെ കേട്ടോ. ഈ സാധനങ്ങളൊക്കെ ഞാനാണ് ഉണ്ടാക്കിയത്. കാരണം ഓംലേറ്റ് പോലും ഇവർ ഇങ്ങനെ ആക്കത്തില്ല, വളരെ വെറൈറ്റി രീതിയിലാണ് ആക്കുക. നമ്മുടെ ശൈലിയില്ലേ ഭക്ഷണത്തിൻ്റെ, അത് ഭയങ്കര കേട്ടോ. അത്രയും ഹാപ്പി ആയിരുന്നു. ഒരു മുളകും പിടിച്ച് ഒരു ഓംലേറ്റിൻ്റെ കഷ്ണം എടുത്ത് ഈ തക്കാളി ഇതൊക്കെ കൂട്ടിയൊരു കഷ്ണം നോക്കട്ടെ. ഇന്നലെ ഞാൻ 16-17 കിലോമീറ്റർ നടന്നത്. ഇന്ന് നല്ല ഓയിൽ ഫുഡാണ് കഴിക്കുന്നത്. നമ്മുടെ ശരീരം നല്ലപോലെ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചാലൊന്നും പ്രശ്നമില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. എന്തായാലും സന്തോഷം സുഹൃത്തുക്കളെ. മിയോവാക്കിൽ 3ാമത്തെ ദിവസമാണ്. ഇന്ന് ക്യാമ്പ് ചെയ്യാവുന്ന പ്ലാനിങ്ങിലാണ് നിന്നത്. പക്ഷെ ഇവിടുത്തെ കാലാവസ്ഥ കണ്ടോ, വളരെ മോശം കാലാവസ്ഥ കേട്ടോ. ഭയങ്കര മഴയും മൂടൽ മഞ്ഞുമാണ്. ഇവിടുത്തെ ആൾക്കാർ ഈ ഒരു കാലാവസ്ഥയിൽ എന്നോട് ക്യാമ്പ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നോട് തിരിച്ചിറങ്ങിക്കോ എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് കാലാവസ്ഥ മോശമായാൽ ക്യാമ്പ് ചെയ്യുന്ന അപകടമാണെന്നാണ് പറയുന്നില്ല. വേറെ രാജ്യമല്ലേ, നമ്മൾക്കത് കേൾക്കാതിരിക്കാൻ പറ്റില്ല. അത് പറഞ്ഞിട്ട് നമ്മൾ പോയി അടിച്ചാൽ അവരെന്തെങ്കിലും കംപ്ലൈൻറ്റ് കൊടുത്താൽ എൻ്റെ പാസ്പോർട്ട് വാങ്ങി വെക്കും കേട്ടോ. പിന്നെ എനിക്ക് ഇവിടെ തിരിച്ച് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ആ റിസ്ക് നിൽക്കുന്നില്ല. ഇവിടുന്ന് തിരിച്ചിറങ്ങാൻ വിചാരിക്കുന്നു. സാരമില്ല, ചില ആഗ്രഹങ്ങളൊക്കെ മൂടി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. നമുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്തിയിട്ട് ക്യാമ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ. ഒരു പക്ഷേ ഇത് വിയറ്റ്നാമിലെ ലാസ്റ്റ് എപ്പിസോഡായിരിക്കും. പിന്നെ അടുത്ത രാജ്യത്തേക്ക് പോകുന്ന എപ്പിസോഡായിരിക്കും ഞാൻ കൊണ്ടുവരിക. My friend, I am very happy with you. Goodbye. See you next time. Yeah, goodbye. Thank you for your support all. Okay. നല്ല മനുഷ്യൻ കേട്ടോ. പുള്ളിക്കാരുടെ അടുത്ത് ബായ് പറഞ്ഞ് ഞാൻ മിയാവാക്കിൽ നിന്ന് തിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഇവിടെ കുറേ സൗകര്യങ്ങൾ ചെയ്തു തന്ന വ്യക്തിയാണ് കേട്ടോ. ഓക്കെ.